മണിയൻ എന്നാണ് പേര്, കോവൻ എന്നാണ് ഇവിടെ എല്ലാവരും അറിയപ്പെടുന്നത്. സനാതനധർമ്മത്തിന്റെ പരിപാലനത്തിനായി സ്വജീവിതം ഒഴിഞ്ഞുവെച്ച ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി തിരുവടികൾ. കാപ്പി 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 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീട്ടിലുണ്ടാക്കില്ല കാപ്പി, പിന്നെ ആ കാപ്പി ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നൊക്കെ ചന്തകളിൽ കൊണ്ടുകിടന്ന് വിൽക്കും. നെയ്യാറ്റിൻകരയുടെ ആത്മീയ സാംസ്കാരിക ചരിത്രത്തിൽ മറ്റൊരു രേഖയായി മാറ്റപ്പെടുന്ന ബ്രഹ്മശ്രീ ഗോപൻ സ്വാമിയുടെ സമാധിയിരുത്തൽ ചടങ്ങ് ക്ലാസ്സുകളിൽ കൊടുത്ത് അപ്പോഴെങ്കിലും 5 രൂപ 5 രൂപ ഒരു 50 പൈസല്ലേ? എനിക്ക് അതറിഞ്ഞൂടാ. 50 പൈസ അങ്ങനെയൊക്കെ കൊണ്ടായിരുന്നു, കാലങ്ങളുണ്ടായിരുന്നു. സനാതനധർമ്മ സംരക്ഷണത്തിനായി അവതാരം ചെയ്ത നൂറുകണക്കിന് അവധൂതന്മാർക്കും സന്യാസി ശ്രേഷ്ഠന്മാർക്കും ജന്മം നൽകിയ ഇപ്പൊ നിങ്ങൾ തന്നെ സ്വാമിയായിട്ട് ഇരുന്നോണ്ട് ഒരു ജോലിക്ക് പോണത് ഇപ്പൊ പറയാം. നെയ്യാറ്റിൻകര ആറാലുംമൂട് കൈലാസനാഥ മഹാദേവപുരം ആശ്രമ മഠാധിപതി. പിന്നെ അയാൾ ഇവിടെ യൂണിയനൊക്കെ വന്നിട്ടുണ്ട്. യൂണിയനിലൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ആളുകൾ പറയുന്ന കേട്ടിട്ടില്ലേ? ഒരുപാട് വലിയ ബുദ്ധിമുട്ടിയൊക്കെ ജീവിച്ച ആളുകൾ തന്നെ പിന്നെ വയസ്സായപ്പോൾ അങ്ങ് ഇതായിട്ടായി കാണും. ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി തൃപ്പാദങ്ങളുടെ സമാധിദേഹം വഹിച്ചുകൊണ്ടുള്ള പദയാത്ര പത്താങ്കലിൽ നിന്നും ആരംഭിച്ച് ആറാലുംമൂട് ആശ്രമത്തിൽ എത്തിച്ചേരുന്നു. സ്വാമി സമാധി ആയി എന്ന് പ്രഖ്യാപിച്ച അവസരത്തിൽ ഇന്നാട്ടിലെ രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഇവിടെ വലിയ തരത്തിലുള്ള ഉപദ്രവമാണ് ഈ കുടുംബത്തിനെതിരെ ചെയ്തത്. ആ ആളുകളെ ഒന്നും തന്നെ ഇന്ന് ഇവിടെ കാണുന്നില്ല. ഇത് കേരളമാണ്, ഇവിടെ ഇത് നടക്കില്ല, ഗുജറാത്തിൽ മാത്രമേ നടക്കുള്ളൂ എന്ന് പറയുന്ന മത തീവ്രവാദ സംഘടനകളും ആ തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണ കൊടുത്തിരിക്കുന്ന കപട രാഷ്ട്രീയക്കാരെയും ഞങ്ങൾ ഇന്ന് ഇവിടെ കണ്ടില്ല എന്നുള്ളതാണ് സത്യം. സ്വാമി എവിടെയാണ് പണി ചെയ്തിരുന്നത്? ഇത് ഈ ചന്തയാണ്. അതിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അദ്ദേഹം ഇപ്പം സമാധിയായി. സാമുദായിക സ്പർദ്ധകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ആ ചടങ്ങുകൾ നടന്നത്. പക്ഷേ ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നടന്നത്. പിന്നെ നമ്മളൊക്കെ തുടക്കത്തിലേക്ക് ഒരു ദുരൂഹത ഉന്നയിച്ചിരുന്നു. അത് സത്യം എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ദുരൂഹത ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ സ്വാഭാവിക മരണമെന്ന് കണ്ടുപിടിച്ചു. അപ്പം ഞങ്ങളെല്ലാം ആ ഒരു രീതിയിലേക്ക് മാറി. വേറെ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ മകനും നല്ല മതത്തിനെതിരായിട്ട് അവൻ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ട് അവനും ചാനലുകളിൽ കൂടെ വെളിപ്പെടുത്തി അവൻ്റെ വായിൽ നിന്ന് അറിയാതെ വീഴുന്നതാണെന്നും പിന്നെ അവിടെ വന്ന് അവനെതിരെ സംസാരിച്ച നാട്ടുകാരുടെ അടുത്ത് വിരോധവും വിഷമവും ഇല്ലെന്ന് ഇളയവനായ രാജസേനനും നല്ല രാത്രി പറഞ്ഞു. അപ്പം ഞങ്ങൾക്കും അവർ ചെയ്തത് നല്ല കാര്യമാണ്, അവൻ്റെ ആഗ്രഹമാണ് സാധിച്ചു കൊടുത്തതെന്ന് അവൻ പറയുന്നു. അപ്പം അത് നല്ല രീതിയിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനിയും വരാനുണ്ട്. ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത്. അവൻ ചെയ്തതും അവൻ പറഞ്ഞ രീതിയിൽ സത്യമാണെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കുന്നു. പറഞ്ഞ രീതിയിൽ സത്യമാണെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കുന്നു. ആ രീതിയിൽ തന്നെ അവൻ്റെ സംസാരം കേട്ടിട്ട് അത് സത്യമായിരിക്കാനാണ് സാധ്യത എങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. അല്ലാതെ അയാളൊരു സ്വാമിയായിരുന്നില്ല, അത് സത്യമാണ്. പിന്നെ അച്ഛൻ്റെ ആഗ്രഹം മക്കൾ സാധിച്ചു കൊടുത്ത് പിന്നെ ഒരു സ്വാമിയാക്കി എന്നും പറയുന്നു. അത് ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പിന്നെ പുള്ളിയായിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ റോഡിലിരിക്കുമ്പോൾ കാണും, ചിരിക്കും, കൈ കാണിക്കും, അത്രയൊക്കെ ഉള്ളൊരു ബന്ധമുള്ളൂ. യൂണിയനിൽ ആദ്യം പുള്ളി INTSലായി, പിന്നെ AITSലായി, പിന്നെ അവസാനം BMSലായത്. യൂണിയനിലായിരുന്നപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു. പിന്നെ അയാളുടെ പിൽക്കാലത്ത് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായില്ല. ഇവിടെ വന്നതിന് ശേഷം പ്രത്യേക പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അത് 80കളിലൊക്കെ ഒരു വർഗീയതയിൽ അതിലൊക്കെ ഒരു പ്രതിയായെന്നുള്ള ന്യൂസിൽ കേട്ടു. അപ്പം അതിൽ ഇയാൾ പ്രതി ഉണ്ടെന്നുള്ള ന്യൂസ് കേട്ടാണ് ഞാൻ പറഞ്ഞത്. സ്വാമിയായിട്ട് മാറിയത് വീട്ടിനടുത്തൊരു തെക്കതുപോലെ വെച്ചു, പിന്നെ ഒരു ക്ഷേത്രം വെച്ച്, പിന്നെ അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്താണ് പുള്ളിക്കാരൻ സ്വാമിയായത്. ഇപ്പോൾ സ്വാമി തിരുവടികളായിട്ടാണ് മാറിയിരിക്കുന്നത്. അതവർ പറയുന്നില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ നാളെ ഒരു ക്ഷേത്രം വെച്ച് ഒരു സ്വാമിയായിട്ടിരുന്ന എൻ്റെ പിൽക്കാലത്തുള്ളവർ എന്നെ ആ സന്യാസിയായിട്ട് ഇടയ്ക്ക് പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതങ്ങനെ ഇരുന്നിട്ട് അല്ല, ഇവർ ചെയ്യേണ്ടത് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ തന്നെ ഒരു 4-5 പേരെ വിളിച്ചറിയിച്ചു അത് ചെയ്യേണ്ടതായിരുന്നു. ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അവരുടെ ഇന്നലെ ഒരു സ്വാമി വന്നെന്ന് പറഞ്ഞില്ലേ, നല്ലൊരു സ്വാമി വന്നു. ആ സ്വാമി അത് വെളിപ്പെടുത്തി. അതാണ് ഇവർ ചെയ്തത്. അതിൽ ഇതിനെപ്പറ്റി പത്രക്കാർ ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞതെന്ന് വെച്ചാൽ ഇയാൾ ചെയ്തത് ചെറിയ തെറ്റല്ല,
വലിയ തെറ്റ് തന്നെയാണ്. ഒരു ഡോക്ടറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ടതായിരുന്നു. ആ സ്വാമി പറഞ്ഞതാണ്, എൻ്റെ ക്ലിപ്പിച്ചെടുത്തങ്ങ് ഡോക്ടറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ടതായിരുന്നു. അത് സ്വാമിയും അംഗീകരിക്കുന്നു. അത് തന്നെയാണ് നമുക്കെല്ലാം വേണ്ടിയിരുന്നത്. അത് നിലത്തോടെ ആ ദുരോധങ്ങൾ തീർന്നു. അത് അയാൾ പറഞ്ഞ് അംഗീകരിക്കണം. അപ്പോൾ എന്നിട്ടും പറയുന്നുണ്ട്, അതിന് മുമ്പ് ഈ മക്കൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഡോക്ടർ തൊട്ടാൽ അശുദ്ധമാവും, അങ്ങനെയൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡോക്ടർ ചുട്ടു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, ഇപ്പോൾ അശുദ്ധമായില്ലേ. അപ്പോൾ അതിനാണ് സ്വാമിയും പറഞ്ഞത്. അത് ആദ്യം ചെയ്തേണ്ടിയിരുന്നെങ്കിൽ ഇത്രത്തോളം വരില്ല. പക്ഷേ ഇതിപ്പം സ്വാമി ഇത്ര വളരെ രീതിയിൽ പ്രശസ്തിയായി. ഇതിനെപ്പറ്റി പ്രതികരിച്ചവരും ഇതൊക്കെ കൊണ്ടല്ലേ സ്വാമി ഇത്രയും പ്രശസ്തമായത്. അതിനെ അവരെ നമ്മൾ അഭിനന്ദിക്കണം. ശരിയല്ലേ?